ഇതിന് ഒരു മറുമരുന്ന് ആലോചിക്കാൻ സമയമില്ല. 5 മണിക്ക് പ്രധാനമന്ത്രി മറുപടി പറയും എന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് സ്പീക്കർ പറഞ്ഞത്, പ്രധാനമന്ത്രി മറുപടി പറയണ്ട, രാജ്യസഭയിൽ പറഞ്ഞാൽ മതി. ഫോർമാലിറ്റിയാണല്ലോ മറുപടി പറയുക എന്നുള്ളത്. മാത്രമല്ല, ജോയിൻറ്റ് പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് ദ്രൗപദി മുർമു ഈ നയപ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ അതിന് മറുപടി രാജ്യസഭയിലോ ലോക്സഭയിലോ പറയാം. ദാറ്റ് ഈസ് ഇമ്മറ്റീരിയൽ. ആ ന്യായം വെച്ച് ലോക്സഭയിൽ വേണ്ടെന്ന് വെച്ചു. അത് വളരെ മോശമായ കാര്യം. പക്ഷേ അതിലും ഒരു ആശ്വാസം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്പീക്കർക്ക് ഈ വിവരം കൊടുത്തത് കോൺഗ്രസിലെ 3 MLA-മാരിൽ ആരോ ആണ്. 3 പേരുണ്ട്. 3 പേരിൽ ഒരാളായിരിക്കും, അല്ലെങ്കിൽ 3 പേരും ചേർന്നായിരിക്കും സ്പീക്കർക്ക് ഇത് അറിയിപ്പ് കൊടുത്തത്. ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. കാരണം ഇവരോട് ഇത് ചെയ്യണം എന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. 2 പേര് പച്ചയ്ക്ക് പറയും, പോക്കൃത്തനാണ്, അത്രയും ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല, മൊത്തം രാജ്യത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നു. നമ്മൾ ചരിത്രത്തിൽ നമ്മളെ കരി കൊണ്ടായിരിക്കും വരയ്ക്കുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നവർ. ഒരു സ്ത്രീ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പ്രിയങ്ക വന്നാൽ ഞാനും വരാം. പ്രിയങ്ക പറഞ്ഞു, ഞാനൊന്നും വരുന്നില്ല, എന്നാൽ ഞാനും ഇല്ല. ഈ 3 സ്ത്രീകളിൽ ഞാൻ പറഞ്ഞില്ല, ആരോ ഒരാൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ 3 പേര് സ്പീക്കറെ അറിയിച്ചു, സാർ ഇന്നമാതിരിയാണ് പ്രശ്നം, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സ്പീക്കർക്ക് ആ സമയത്ത് ഈ ഒരു തീരുമാനമല്ലാതെ എടുക്കാനില്ല. കാരണം സമയമായില്ല. അപ്പോഴത്തേക്ക് 4:52 അങ്ങനെ മറ്റോ ആയി. അപ്പോൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ലോക്സഭയിൽ പോകണ്ടെന്ന്.